ഓണത്തിന് എല്ലാവരും പരിപ്പ് പായസവും സേമിയം അടപ്രഥമൻ നുറുക്ക് ഗോതമ്പ് ഇങ്ങനെയുള്ള പായസമൊക്കെ അല്ലേ ഉണ്ടാക്കണം. ഞാൻ നോക്കിയപ്പോഴേ വീട്ടിൽ കുറച്ച് ചവ്വരി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ചവ്വരി വെച്ചിട്ടൊരു സ്പെഷ്യലായിട്ട് വെറൈറ്റി ചവ്വരി പായസം ഉണ്ടാക്കിയാലോ അല്ലേ. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്താനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കുതിർത്താനായിട്ട് ഇതേ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇട്ടത്. അതും പറഞ്ഞ് ഞാൻ ചവ്വരി മാത്രമല്ല കേട്ടോ പായസം ആക്കാൻ പോണ. നമ്മുടെ പായസപ്പരിപ്പില്ല ചെറുവറ്റും പരിപ്പ് അതേ ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ടൊന്നുമില്ല, 1/2 ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയ കുക്കറാണ് ഞാൻ എടുത്തേക്കണത്. കഴുകാതെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് പുറത്തേക്കൊന്ന് എന്തിനോ കാര്യത്തിന് പോയതാണ്. അപ്പം നോക്കുമ്പോഴേ ഇതേ കുറച്ച് പരിപ്പൊന്ന് മുരിഞ്ഞു പോയിട്ടാ. കരിഞ്ഞൊന്നും അല്ല കേട്ടോ, മുരിഞ്ഞതാണേ. അപ്പം ഞാൻ പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിലില്ലേ 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ടെന്ന്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഇരിപ്പുള്ളത് കാരണം ഉണ്ട് ചൂടുവെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് വെച്ചത്. ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും മതി, ഞാനത് ഉള്ളത് കൊണ്ടിട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി ഒരു തേങ്ങയും അതിൻ്റെ ഇടയിൽ പാല് പിഴിയാനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ 2-ാം പാലോ 3-ാം പാലോ 1 പാലോ എടുക്കലോ, ആകെ ഒറ്റ പാലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പായസം വെക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പാലിവിടെ റെഡിയാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കണം. വിസിലൊക്കെ പോയതിന് ശേഷം ഇടാൻ നോക്കുമ്പോൾ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ചവരിയില്ലേ അത് ഈ ഉരുളിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചേക്കണം ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചവ്വരി കഴിക്കണത് നമ്മുടെ ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടാനും അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് പരിപ്പായസമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടൊക്കെ ചവ്വരി കഴിക്കണത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ ചവ്വരിയും ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ പരിപ്പില്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴെപ്പോഴും പരിപ്പൊക്കെ മാത്രമായിട്ടല്ല നമ്മൾ പായസം ഉണ്ടാക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ കേട്ടോ. ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ വെറൈറ്റി പായസം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അതുകൊണ്ടിട്ടാണ്. പിന്നെ അതേ നമ്മുടെ പാല് പിഴിഞ്ഞതില്ലേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി. അങ്ങനെ തിളച്ചതൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കാര്യത്തിന് പോയി. ഞാൻ തീ ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു പായസത്തിൻ്റെ വീഡിയോ കാണിച്ചു തന്നെ കേട്ടോ. അതുകൊണ്ടിട്ടാണ് ചൂടൊക്കെ ഇപ്പോൾ ആറിയിരിക്കണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ, നെയ്യിലേക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ വറുത്ത് അതും കോരിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മറ്റെന്തെന്നാണ് ഏലക്ക പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ വീഡിയോ ഒക്കെ എൻ്റെ സ്കിപ്പായിപ്പോയി, അതുകൊണ്ടിട്ടാണ് കാണിക്കാത്തത്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചവ്വരി പരിപ്പ് പ്രഥമനാണ്. നല്ല ടേസ്റ്റ് ഉള്ളത് കാരണമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഓണത്തിന് ഇത് ഷെയർ ചെയ്തേക്കണം. അതുകൊണ്ടിട്ട് ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.